പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധ റൂഹായുടെയും തിരുനാമത്തിൽ ആമേൻ. ഉത്ഥാനത്തിനും ഹേവോറെ ആഴ്ചയ്ക്കും ശേഷം വീണ്ടും കർത്താവിൻ്റെ ദിവസമായ ഞായറാഴ്ച വിശുദ്ധ സമ്മേളനത്തിനായി നാം ഒന്നിച്ച് കൂടിയിരിക്കുകയാണ്. കെംദാ കാലത്തെ ഒന്നാം ഞായറാഴ്ച പുതു ഞായറാഴ്ച എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. ആഴ്ചയുടെ ആദ്യ ദിവസമായ ഞായറാഴ്ച വൈകിട്ട് യേശു ശിഷ്യന്മാർക്ക് രണ്ടാമത് പ്രത്യക്ഷപ്പെടുന്നു. ഇന്നത്തെ വിചിന്തനത്തിനായി തിരുസഭ നൽകുന്ന സുവിശേഷ ഭാഗം വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം 20-ാം അധ്യായം 19 മുതൽ 29 വരെയുള്ള തിരുവചനങ്ങളാണ്. ആഴ്ചയുടെ ആദ്യ ദിവസമായ അന്ന് വൈകിട്ട് ശിഷ്യന്മാർ യഹൂദരെ ഭയന്ന് കതകടച്ചിരിക്കെ യേശു വന്ന് അവരുടെ മധ്യേ നിന്ന് അവരോട് പറഞ്ഞു, നിങ്ങൾക്ക് സമാധാനം. ഇപ്രകാരം പറഞ്ഞുകൊണ്ട് അവൻ തൻ്റെ കൈകളും പാർശ്വവും അവരെ കാണിച്ചു. കർത്താവിനെ കണ്ട് ശിഷ്യന്മാർ സന്തോഷിച്ചു. യേശു വീണ്ടും അവരോട് പറഞ്ഞു, നിങ്ങൾക്ക് സമാധാനം. പിതാവ് എന്നെ അയച്ചതുപോലെ ഞാനും നിങ്ങളെ അയക്കുന്നു. ഇത് പറഞ്ഞിട്ട് അവരുടെ മേൽ നിശ്വസിച്ചുകൊണ്ട് അവരോട് അരുളി ചെയ്തു, നിങ്ങൾ പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുവീൻ. നിങ്ങൾ ആരുടെ പാപങ്ങൾ ക്ഷമിക്കുന്നുവോ അവ അവരോട് ക്ഷമിക്കപ്പെട്ടിരിക്കും. നിങ്ങൾ ആരുടെ പാപങ്ങൾ ബന്ധിക്കുന്നുവോ അവ ബന്ധിക്കപ്പെട്ടിരിക്കും. 12 പേരിൽ ഒരുവനും ദീദിമോസ് എന്ന് വിളിക്കപ്പെടുന്നവനുമായ തോമസ് യേശു വന്നപ്പോൾ അവരോട് കൂടെ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് മറ്റു ശിഷ്യന്മാർ അവനോട് പറഞ്ഞു, ഞങ്ങൾ കർത്താവിനെ കണ്ടു. എന്നാൽ അവൻ പറഞ്ഞു, അവൻ്റെ കൈകളിൽ ആണികളുടെ പഴുതുകൾ ഞാൻ കാണുകയും അവയിൽ എൻ്റെ വിരൽ ഇടുകയും അവൻ്റെ പാർശ്വത്തിൽ എൻ്റെ കൈ വയ്ക്കുകയും ചെയ്തല്ലാതെ ഞാൻ വിശ്വസിക്കുകയില്ല. 8 ദിവസങ്ങൾക്ക് ശേഷം വീണ്ടും അവൻ്റെ ശിഷ്യന്മാർ വീട്ടിലായിരുന്നപ്പോൾ തോമസും അവരോട് കൂടെയുണ്ടായിരുന്നു. വാതിലുകൾ അടച്ചിരുന്നു. യേശു വന്ന് അവരുടെ മധ്യത്തിൽ നിന്നുകൊണ്ട് പറഞ്ഞു, നിങ്ങൾക്ക് സമാധാനം. അവൻ തോമസിനോട് പറഞ്ഞു, നിന്റെ വിരൽ ഇവിടെ കൊണ്ടുവരിക, എൻ്റെ കൈകൾ കാണുക. നിന്റെ കൈ നീട്ടി എൻ്റെ പാർശ്വത്തിൽ വയ്ക്കുക. അവിശ്വാസിയാകാതെ വിശ്വാസിയായിരിക്കുക. തോമസ് പറഞ്ഞു, എൻ്റെ കർത്താവേ, എൻ്റെ ദൈവമേ. യേശു അവനോട് പറഞ്ഞു, നീ എന്നെ കണ്ടതുകൊണ്ട് വിശ്വസിച്ചു. കാണാതെ തന്നെ വിശ്വസിക്കുന്നവർ ഭാഗ്യവാന്മാർ. ദൈവമേ, സ്തുതി നിനക്ക് യോഗ്യമാകുന്നു. ബാറയ്ക്കുമോർ. മത്തായി, മർക്കോസ്, ലൂക്കോസ് സുവിശേഷങ്ങളിലും ഈ പ്രത്യക്ഷപ്പെടൽ സംഭവം വിവരിക്കുന്നുണ്ട്. യോഹന്നാൻ്റെ സമൂഹം യഹൂദരിൽ നിന്ന് നേരിട്ട പീഡനങ്ങളാകണം യഹൂദരെ ഭയന്ന് കതകടച്ചിരിക്കെ എന്ന പ്രയോഗത്തിന് നിദാനം. കതകടച്ചിരിക്കെ ശിഷ്യന്മാരുടെ മധ്യേ പ്രത്യക്ഷനാകുന്ന യേശു സ്ഥലകാലങ്ങൾക്കതീതമായ മഹുദ്ധീകരിക്കപ്പെട്ട ശരീരത്തിനുടമയായ ഉയർത്തെഴുന്നേറ്റ യേശുവാണ്. ഉത്ഥിതനായ യേശുവിൻ്റെ സമാധാന ആശംസ. ഗ്രീക്ക് ഭാഷയിൽ നിങ്ങൾക്ക് സമാധാനം, അറമായ ഭാഷയിൽ സമാധാനം നിങ്ങളോട് കൂടെ, സ്ലോമോ അംകൂൻ. രക്ഷകൻ്റെ ആഗമനം നൽകുന്ന രക്ഷാകര അനുഭവമാണ് ഈ സമാധാനം. ലൂക്കായുടെ സുവിശേഷം 2-ാം അധ്യായം 14-ാം തിരുവചനം. ശ്ലീഹായുടെ ഉത്ഥാനത്തിലൂടെ ശിഷ്യന്മാർക്ക് സ്വന്തമാക്കാൻ സാധിക്കുന്ന സമാധാന അനുഭവം അന്ത്യത്താഴ സമയത്തെ വേർപാടിൻ്റെ അസ്വസ്ഥതയിൽ യേശു നൽകുന്ന സമാധാനം. യോഹന്നാൻ്റെ സുവിശേഷം 14-ാം അധ്യായം 27-ാം തിരുവചനം. ഞാൻ നിങ്ങൾക്ക് സമാധാനം തന്നിട്ട് പോകുന്നു,
എൻ്റെ സമാധാനം നിങ്ങൾക്ക് ഞാൻ നൽകുന്നു. ലോകം നൽകുന്നത് പോലെ അല്ല ഞാൻ നൽകുന്നത്. നിങ്ങളുടെ ഹൃദയം അസ്വസ്ഥമാകേണ്ട, നിങ്ങൾ ഭയപ്പെടുകയും വേണ്ട. അന്ത്യത്താഴ സമയത്തെ സമാധാന വാഗ്ദാന പൂർത്തീകരണമാണ് ഇപ്പോഴത്തെ സമാധാന ആശംസ. യേശുവിലൂടെയുള്ള ദൈവ ഐക്യമാണ് മനുഷ്യർക്ക് യഥാർത്ഥ സമാധാനവും രക്ഷാകര അനുഭവവും. യോഹന്നാൻ്റെ സുവിശേഷം 20-ാം അധ്യായം 20-ാം തിരുവചനം. ഇപ്രകാരം പറഞ്ഞുകൊണ്ട് ഉയിർത്തെഴുന്നേറ്റ യേശു തൻ്റെ കൈകളും പാർശ്വവും ശിഷ്യന്മാരെ കാണിച്ചു. ഉത്ഥിതനായ യേശു തന്നെയാണ് മൗക്തീകരിക്കപ്പെട്ട ശരീരത്തിൽ ശിഷ്യസമൂഹം മധ്യേ പ്രത്യക്ഷനായിരിക്കുന്നത് എന്നതിൻ്റെയും കുരിശിൽ മരിച്ച മെശിഹായാണ് പ്രത്യക്ഷനായിരിക്കുന്നത് എന്നതിൻ്റെയും സ്ഥിരീകരണമാണ് കൈകളും പാർശ്വവും. കൈകളിലെ ആണിപ്പഴുതുകളും പാർശ്വത്തിലെ അഥവാ വിലാപ്പുറത്തെ കുന്തം കൊണ്ടുള്ള മുറിവും ഇത് സ്ഥിരീകരിക്കുന്നു. കണ്ണുകൊണ്ട് നേരിൽ കണ്ടതും ചെവി കൊണ്ട് കേട്ടതും കൈകൾ കൊണ്ട് സ്പർശിച്ചറിഞ്ഞതുമായ യേശു സാക്ഷ്യമാണ് അപ്പോസ്തോലന്മാരുടേത്. അപ്പോസ്തോലന്മാർ സഭയുടെ തലവന്മാരും സവിശേഷമായ വരം സിദ്ധിച്ചിട്ടുള്ളവരുമാണ്. ശിഷ്യന്മാരുടെ അപ്പോസ്തോല പദവി ഉയിർത്തെഴുന്നേറ്റ യേശുവിനെ കൈകളും പാർശ്വവും ശബ്ദവും രൂപവും കൊണ്ട് തിരിച്ചറിഞ്ഞ യേശു സാക്ഷ്യമാണ്. ഉത്ഥിതനായ യേശു പൂർത്തിയാക്കിയ രക്ഷാകര കർമ്മത്തിലൂടെ മനുഷ്യ ദൈവ ഐക്യം വീണ്ടും കരഗതമാകുന്നു. സമാധാനവും സന്തോഷവും കൈവരുന്നു. കർത്താവിനെ കണ്ട് ശിഷ്യന്മാർ സന്തോഷിച്ചു. യേശുവിൻ്റെ പ്രത്യാഗമനത്തിൽ സന്തോഷിക്കുന്ന യേശു ശിഷ്യർ യേശുവിൻ്റെ വാഗ്ദാന പൂർത്തീകരണം അനുഭവിക്കുകയാണ്. യോഹന്നാൻ്റെ സുവിശേഷം 16-ാം അധ്യായം 16-ാം തിരുവചനം. അല്പസമയം കഴിഞ്ഞാൽ നിങ്ങൾ എന്നെ കാണുകയില്ല, വീണ്ടും അല്പസമയം കഴിഞ്ഞാൽ നിങ്ങൾ എന്നെ കാണും. യോഹന്നാൻ 16:20. സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങൾ കരയുകയും വിലപിക്കുകയും ചെയ്യും, എന്നാൽ ലോകം സന്തോഷിക്കും. നിങ്ങൾ ദുഃഖിതരാകും, എന്നാൽ നിങ്ങളുടെ ദുഃഖം സന്തോഷമായി മാറും. യേശുവിൻ്റെ പീഡാനുഭവത്തിലും മരണത്തിലും ശിഷ്യർ അനുഭവിച്ച ദുഃഖം ഉത്ഥാന സന്തോഷമായി മാറി. ഉത്ഥിതനായ മിശിഹായെ കണ്ട ശിഷ്യർ ധൈര്യം അവലംബിച്ചു, ഭയപ്പാട് മാറി സന്തോഷിച്ചു. യേശു തൻ്റെ കൈകളും പാർശ്വവും ശിഷ്യസമൂഹത്തെ കാണിച്ചപ്പോഴാണ് കർത്താവിനെ കണ്ട് അവർ സന്തോഷിച്ചത്. സഹനത്തിലൂടെയാണ് ക്രിസ്തീയ സന്തോഷം പൂർണ്ണമാകുന്നത്. കുരിശിൽ തറയ്ക്കപ്പെടുകയും മരിക്കുകയും ചെയ്ത അതേ ശരീരമാണ്, അതേ യേശു ശരീരമാണ് ഉയർപ്പിക്കപ്പെട്ട മൗക്തീകൃത യേശു ശരീരം എന്ന് കൈകളും പാർശ്വവും നൽകുന്ന സാക്ഷ്യം വെളിപ്പെടുത്തുന്നു. യേശു ദൈവപിതാവിനാൽ അയക്കപ്പെട്ടവനാണ്. യേശുവിൻ്റെ അയക്കപ്പെടലാണ് ശിഷ്യരുടെ അയക്കപ്പെടലിൻ്റെ മാതൃകയും ഉറവിടവും. ശിഷ്യന്മാർക്ക് സമാധാനം ആശംസിച്ച യേശു അവർക്ക് പരിശുദ്ധാത്മാവിനെ പകർന്ന് പ്രേക്ഷിത ദൗത്യം ഫലമേൽപ്പിച്ചു. യോഹന്നാൻ 20-ാം അധ്യായം 21-ാം തിരുവചനം. പിതാവ് എന്നെ അയച്ചതുപോലെ ഞാൻ നിങ്ങളെ അയക്കുന്നു. പിതാവിനെ അയച്ചതുപോലെ ഞാനും നിങ്ങളെ അയക്കുന്നു. താൻ പിതാവിനാൽ അയക്കപ്പെട്ടവനാണെന്ന ബോധ്യം ജീവിതത്തിലുടനീളം ദൈവപിതാവിൻ്റെ ഹിതം നിറവേറ്റുന്ന യേശുവിൽ ഉണ്ടായിരുന്നു. യോഹന്നാൻ്റെ സുവിശേഷം 7-ാം അധ്യായം 28-29 തിരുവചനങ്ങൾ. ഞാൻ സ്വമേധയാ വന്നവനല്ല, എന്നെ അയച്ചവൻ സത്യവാനാണ്.
എനിക്ക് അവിടുത്തെ അറിയാം. എന്തെന്നാൽ ഞാൻ അവിടുത്തെ അടുക്കൽ നിന്ന് വരുന്നു, അവിടുന്നാണ് എന്നെ അയച്ചത്. യോഹന്നാൻ 5:30. സ്വമേധയാ ഒന്നും ചെയ്യാൻ എനിക്ക് സാധിക്കുകയില്ല. എൻ്റെ ഇഷ്ടമല്ല, എന്നെ അയച്ചവൻ്റെ ഇഷ്ടമാണ് ഞാൻ അന്വേഷിക്കുന്നത്. യോഹന്നാൻ 4:34. എന്നെ അയച്ചവൻ്റെ ഇഷ്ടം പ്രവർത്തിക്കുകയും അവൻ്റെ ജോലി പൂർത്തിയാക്കുകയുമാണ് എൻ്റെ ഭക്ഷണം. കാത്തോസ് എന്ന ഗ്രീക്ക് വാക്കിന് മാതൃക എന്നും ഉറവിടമെന്നും അർത്ഥങ്ങളുണ്ട്. ശിഷ്യരുടെ അയക്കപ്പെടൽ യേശുവിൻ്റെ അയക്കപ്പെടലിൻ്റെ മാതൃകയും ഉറവിടവുമാണ്. അയക്കപ്പെട്ട യേശുവിനോട് കൂടെ ദൈവപിതാവ് എപ്പോഴും ഉണ്ടായിരുന്നു. യോഹന്നാൻ്റെ സുവിശേഷം 16:32. എങ്കിലും ഞാൻ ഏകനല്ല, കാരണം പിതാവ് എന്നോട് കൂടെയുണ്ട്. തിരുസഭ യേശുവിനു വേണ്ടി അയക്കപ്പെട്ട പ്രേക്ഷിത ശിഷ്യസമൂഹമാണ്. ഉത്തിതൻ്റെ സാന്നിധ്യം സഭയുടെ ആരാധനാ സമൂഹത്തിൽ എപ്പോഴും ഉണ്ട്. ഇതിനെ അനുസ്മരിപ്പിക്കുന്നതാണ് നിങ്ങൾക്കെല്ലാവർക്കും സമാധാനമുണ്ടായിരിക്കട്ടെ എന്ന പുരോഹിത ആശംസ. സമാധാനം ഹെബ്രായരുടെ ആശംസാവചനമായിരുന്നു. ഷാലോം. ന്യായാധിപൻ്റെ പുസ്തകം 6:24. ഗിദെയോന്റെ ബലിപീഠത്തിന് യാവയുടെ സമാധാനം എന്നായിരുന്നു പേര്. യാവയായിരുന്നു ഇസ്രായേലിൻ്റെ സമാധാനം. സമാധാനത്തിലായിരിക്കുന്ന വ്യക്തി ദൈവവുമായി പരിപൂർണ ഐക്യത്തിലായിരിക്കും. യെശയ്യാപ്രവാചകന്റെ പുസ്തകം 32:17. നീതിയുടെ ഫലമാണ് സമാധാനം. നീതിയും സമാധാനവും ഒരുമിച്ച് പോകുന്നു. വിശ്വസ്തത, സത്യം എന്നിവയാണ് സമാധാനത്തിലേക്ക് നയിക്കുന്നത്. മനുഷ്യനെ ദൈവസ്നേഹത്തിലേക്ക് അടുപ്പിക്കുന്ന ദൈവ മനുഷ്യ ബന്ധത്തിൻ്റെ പൂർണ്ണതയായ ഉടമ്പടി സമാധാനത്തിൻ്റെ ഉടമ്പടിയാണ്. എസെക്കിയേൽ പ്രവാചകന്റെ പുസ്തകം 37:26. ദൈവത്തിൻ്റെ സമാധാനം രക്ഷാദായകമാണ്. ദൈവത്തിൽ ശരണപ്പെടുന്നവർക്കും രക്ഷയിൽ പ്രത്യാശ അർപ്പിക്കുന്നവനും സമാധാനമുണ്ട്. യെശയ്യാ 26:12. യുഗാന്ത്യത്തിൽ തൻ്റെ സമാധാനം നൽകുമെന്ന് ദൈവം അരുളി ചെയ്യുന്നു. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 9:6. യുദ്ധത്തിൽ വിജയിച്ച രാജാവിനെ സമാധാനത്തിൻ്റെ രാജാവ് എന്ന് വിശേഷിപ്പിക്കുന്നു. സമാധാനം ദൈവത്തിൽ നിന്നാണ് വരുന്നത്. ഫിലിപ്പിയർക്കുള്ള ലേഖനം 4:7 കൊളോസുകാർക്കുള്ള ലേഖനം 3:15 എന്നിവിടങ്ങളിൽ ദൈവത്തിൻ്റെ സമാധാനം എന്ന് പൗലോസ്ലീഹ പ്രയോഗിക്കുന്നു. ദൈവം സമാധാനത്തിൻ്റെ ദൈവമാണ്. മനുഷ്യൻ ദൈവവുമായി അനുരഞ്ജനപ്പെടുന്നത് ക്രിസ്തുവിലൂടെയാണ്. കുരിശിലെ രക്തം വഴിയാണ് ദൈവം സമാധാനം സ്ഥാപിച്ചത്. കൊളോസുകാർക്കുള്ള ലേഖനം 1:20. എഫേസോസ് 2:14 ക്രിസ്തു തന്നെയാണ് നമ്മുടെ സമാധാനം. ഉത്ഥാനത്തിന് ശേഷമുള്ള പ്രത്യക്ഷപ്പെടലുകളിലെ സമാധാന ആശംസയ്ക്കും ഉത്തിതൻ്റെ സാന്നിധ്യം ഉറപ്പാക്കുന്ന വിശുദ്ധ കുർബാനയിലെ സമാധാന ആശംസയ്ക്കും പ്രത്യേക അർത്ഥമുണ്ട്. ഗലാത്യക്കാർക്കുള്ള ലേഖനം 5:22 പരിശുദ്ധാത്മാവിൻ്റെ ദാനമാണ് സമാധാനം. ഫിലിപ്പിയർ 4:7 ക്രിസ്തുവിൻ്റെ സമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളെയും മനസ്സുകളെയും ക്രിസ്തുവിൽ കാത്തുകൊള്ളും. കൊളോസോസുകാർക്കുള്ള ലേഖനം 3:15 ക്രിസ്തുവിൻ്റെ സമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളെ ഭരിക്കട്ടെ. ക്രൈസ്തവർ എല്ലായ്പ്പോഴും മറ്റുള്ളവരുമായി സമാധാനത്തിലായിരിക്കണം.
സമാധാനപ്രിയർക്കുള്ള അനുഗ്രഹം മലയിലെ പ്രസംഗത്തിൽ പ്രഖ്യാപിക്കുന്നുണ്ട്. ക്രൈസ്തവർ എക്കാലവും എല്ലാ സാഹചര്യത്തിലും സമാധാനപ്രിയരാണ്. ക്രൈസ്തവ പീഡനം കൊടും കാടത്വവും ക്രൂരതയുടെ നേർക്കാഴ്ചയുമാണ്. ഹൃദയമില്ലാത്ത മൃഗീയ മനുഷ്യർക്ക് മാത്രമേ സമാധാനപ്രിയരായ ക്രൈസ്തവരുടെ നേർക്ക് താൽക്കാലിക ലാഭത്തിൻ്റെ ക്രൂരത അഴിച്ചുവിടാനാവൂ. ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നടമാടുന്ന ക്രൈസ്തവ നരഹത്യകളും മാധ്യമലോകത്തിൻ്റെ നിശബ്ദതയും ജനനേതാക്കളുടെ മൂകതയും തികച്ചും ലജ്ജാകരമാണ്. ക്രൈസ്തവൻ്റെ ദൈവം സമാധാനവും ക്രൈസ്തവർ സമാധാനപ്രിയരുമാണ്. യോഹന്നാൻ്റെ സുവിശേഷം 20-ാം അധ്യായം 21-22 തിരുവചനങ്ങൾ. യേശു ശിഷ്യന്മാരുടെ മേൽ നിശ്വസിച്ചുകൊണ്ട് അവരോട് അരുളി ചെയ്തു, നിങ്ങൾ പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുവീൻ. പരിശുദ്ധാത്മ ദാനത്തിനായുള്ള കാത്തിരിപ്പിൻ്റെ 50 ദിനങ്ങളാണ് ഉത്ഥാനം മുതൽ പെന്തക്കോസ്ത് വരെയുള്ള ദിനങ്ങൾ. അപ്പോസ്തല പ്രവർത്തനങ്ങൾ 2-ാം അധ്യായം 1 മുതൽ 4 വരെയുള്ള തിരുവചനങ്ങളിൽ പന്തക്കുസ്ത പെരുന്നാളിൽ പരിശുദ്ധാത്മ ആഗമനം ഉണ്ടാകുന്നു. നിശ്വസനവും പരിശുദ്ധാത്മദാനവും പുതിയ നിയമ പൗരോഹിത്യത്തിൻ്റെയും സഭയിലുള്ള ഉത്ഥിതനായ യേശുവിൻ്റെ സാന്നിധ്യത്തിൻ്റെയും അടയാളമാണ്. ഉത്ഥാനം ചെയ്ത ദിവസം തന്നെ യേശു സ്ലീഹന്മാർക്ക് പരിശുദ്ധാത്മാവിനെ നിശ്വസനത്തിലൂടെ നൽകുന്ന സംഭവം യോഹന്നാൻ്റെ പെന്തക്കുസ്ത എന്നാണ് അറിയപ്പെടുക. പാപം മൂലം നഷ്ടപ്പെട്ട ദൈവിക ജീവൻ വീണ്ടും മനുഷ്യകുലത്തിന് തിരുസഭയിലൂടെയും പൗരോഹിത്യത്തിലൂടെയും പകർന്നു നൽകുന്നതിനെ ഈ നിശ്വസനം സൂചിപ്പിക്കുന്നു. 2 നിശ്വസനങ്ങളാണ് ബൈബിളിൽ കാണപ്പെടുന്നത്. ഒന്ന്, ഉൽപ്പത്തിയുടെ പുസ്തകം 2-ാം അധ്യായം 7-ാം തിരുവചനം. ദൈവമായ കർത്താവ് ഭൂമിയിലെ പൂഴി കൊണ്ട് മനുഷ്യനെ രൂപപ്പെടുത്തുകയും ജീവൻ്റെ ശ്വാസം അവൻ്റെ നാസാരന്ധ്രങ്ങളിലേക്ക് നിശ്വസിക്കുകയും ചെയ്തു. അങ്ങനെ മനുഷ്യൻ ജീവനുള്ളവനായി തീർന്നു. 2, യോഹന്നാൻ്റെ സുവിശേഷം 20-ാം അധ്യായം 22-ാം തിരുവചനം. ഉത്ഥിതനായ യേശുവിൻ്റെ നിശ്വസനത്തിലൂടെ പാപം മൂലം നഷ്ടപ്പെട്ട ദൈവീക ജീവൻ പുനരുദ്ധരിക്കപ്പെട്ടു. നിശ്വസിക്കുക എന്നതിന് എംഫൂസാവോ എന്ന ഗ്രീക്ക് വാക്കാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഇതിന് ദൈവശാസ്ത്രപരമായി വളരെയധികം അർത്ഥങ്ങളുണ്ട്. യോഹന്നാൻ്റെ പെന്തക്കുസ്ത ശിഷ്യന്മാരുടെ മാമോദീസായാണ്. പാപങ്ങൾ മോചിക്കപ്പെട്ട് മിശിഹായിൽ വിശ്വസിച്ചവർ ദൈവമക്കളും യേശുവിൻ്റെ സഹോദരരുമായി. ഉത്ഥാനശേഷമാണ് യേശു തൻ്റെ ശിഷ്യന്മാരെ സഹോദരന്മാർ എന്ന് വിശേഷിപ്പിക്കുന്നത്. യോഹന്നാൻ്റെ സുവിശേഷം 20-ാം അധ്യായം 17-ാം തിരുവചനം. യോഹന്നാൻ 20:23. നിങ്ങളാരുടെ പാപങ്ങൾ ക്ഷമിക്കുന്നുവോ അവ അവരോട് ക്ഷമിക്കപ്പെട്ടിരിക്കും. നിങ്ങളാരുടെ പാപങ്ങൾ ബന്ധിക്കുന്നുവോ അവ ബന്ധിക്കപ്പെട്ടിരിക്കും. നിശ്വസനത്തിലൂടെ ശിഷ്യന്മാർക്ക് പരിശുദ്ധാത്മാവിനെ നൽകിയ ഉത്ഥിതനായ യേശു പാപമോചന അധികാരവും കൂദാശകൾ വഴിയുള്ള വിശുദ്ധീകരണ ദൗത്യവും ക്രിസ്തുവിൻ്റെ തുടർച്ചയായ പുതിയ നിയമ പൗരോഹിത്യവും ശിഷ്യന്മാർക്ക് നൽകി. പരിശുദ്ധാത്മാവാണ് മനുഷ്യനെ പാപങ്ങളിൽ നിന്ന് ശുദ്ധീകരിക്കുന്നത്. അപ്പസ്തോലിക അടിത്തറമേൽ പണിയപ്പെട്ടിരിക്കുന്ന തിരുസഭ പുതിയ നിയമ പൗരോഹിത്യത്തിലൂടെ ഈ ശ്ലൈഹിക ശുശ്രൂഷ തുടരുന്നു. പൗരോഹിത്യ പരികർമ്മം തിരുസഭ ഫലമേൽപ്പിക്കുന്നതും തിരുസഭയിൽ പരികർമ്മം ചെയ്യപ്പെടുന്നതുമായ പരിശുദ്ധാത്മാഭിഷേക ശുശ്രൂഷയാണ്. കൂദാശകൾ ദൈവ കൃപാവരത്തിനും
വിശുദ്ധീകരണത്തിനുമാണ്. സഭയുടെ കൂദാശ ജീവിതത്തിലൂടെയാണ് സഭാ അംഗങ്ങൾ പാപമോചനം പ്രാപിക്കുന്നത്. പാപമോചനം ക്രിസ്തുവിൻ്റെ തുടർച്ചയായ തിരുസഭയിലൂടെ പരികർമ്മം ചെയ്യപ്പെടുന്ന പാപമോചന കൂദാശയാണ്. ഇത് പൗരോഹിത്യാധിഷ്ഠിതവും പരിശുദ്ധാത്മാ അഭിഷേക വിശുദ്ധീകരണ ദൗത്യവുമാണ്. മാമോദീസായും കുമ്പസാരവും വിശുദ്ധ കുർബാനയും രോഗീലേപനവും പ്രത്യേക പാപമോചന കൂദാശകളായി അറിയപ്പെടുന്നു. സഭയുടെ ശ്ലൈഹിക പാപമോചന ശുശ്രൂഷ ലോകത്തിൻ്റെ പാപം നീക്കിക്കളയുന്ന യേശുവിൻ്റെ രക്ഷാകര ദൗത്യത്തിൻ്റെ തുടർച്ചയാണ്. യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം 29-ാം തിരുവചനം. ഇതാ ലോകത്തിൻ്റെ പാപം നീക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാട്. പരിശുദ്ധാത്മാവിലൂടെ യേശു തിരുസഭയിൽ പാപമോചന ദൗത്യം തുടരുന്നു. സഭയെ മാറ്റി നിർത്തി ദൈവത്തിൽ നിന്ന് നേരിട്ട് പാപമോചനം എന്ന ആശയം ക്രിസ്തു തിരുസഭയിലൂടെ തുടരുന്ന രക്ഷാകര ദൗത്യത്തിന് വിരുദ്ധമാണ്. പാപമോചന കൂദാശ പരികർമ്മം ചെയ്യുന്ന ബലഹീനനായ പുരോഹിതനും പാപമോചന കൂദാശയെ സമീപിക്കുന്ന മാർപ്പാപ്പയും മെത്രാനും പുരോഹിതനും സന്യസ്തരും വിശ്വാസികളും അനുതാപവും പശ്ചാത്താപവും പാപമോചനവും വിശുദ്ധീകരണവും സാധ്യമാക്കുന്ന പരിശുദ്ധാത്മാവിന് തങ്ങളെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കുകയാണ്. പാപമോചന കൂദാശ പവിത്രമായ പരിശുദ്ധാത്മാ അഭിഷേക കർമ്മമായിരിക്കുന്നത് ക്രിസ്തു പരിശുദ്ധാത്മാവിലൂടെ തിരുസഭയിൽ തുടരുന്ന രക്ഷാകര ദൗത്യമായതുകൊണ്ടാണ്. തിരുസഭയുടെ മാനുഷിക ദൗർബല്യങ്ങൾക്ക് പാപമോചന കൂദാശയെ കളങ്കപ്പെടുത്താനാവില്ല. കാരണം പരിശുദ്ധാത്മാവ് തിരുസഭയിലൂടെ തുടരുന്ന വിശുദ്ധീകരണ ദൗത്യമാണ് അത്. മാധ്യമങ്ങളുടെ കഥയറിയാത്ത കപട വിസ്താരം കുമ്പസാരത്തിൻ്റെ പാവനത നഷ്ടപ്പെടുത്തുന്നില്ല, മറിച്ച് മനുഷ്യ മനസ്സുകളിൽ തെറ്റിദ്ധാരണകൾ ഉളവാക്കുന്നു. ഇന്നത്തെ സുവിശേഷ ഭാഗത്തിൻ്റെ 2-ാം ഭാഗം തോമാസ് ലീഹായുടെ മെശിഹ അനുഭവമാണ്. യോഹന്നാന്റെ സുവിശേഷം 20-ാം അധ്യായം 24 മുതൽ 29 വരെയുള്ള തിരുവചനങ്ങൾ അത് വിവരിക്കുന്നു. തോമസ് യേശുവിൻ്റെ 12 ശിഷ്യന്മാരിൽ ഒരുവനും ദിദിമോസ് എന്ന് വിളിക്കപ്പെടുന്നവനുമാണ്. ദിദിമോസ് എന്ന ഗ്രീക്ക് പദത്തിനർത്ഥം ഇരട്ട എന്നാണ്. അറബായ ഭാഷയിൽ താഓമ. സുവിശേഷങ്ങളിലെല്ലാം തോമസിനെ പറ്റി പറയുന്നുണ്ട്. മത്തായി സുവിശേഷം 10-ാം അധ്യായം 3-ാം തിരുവചനത്തിലും, മർക്കോസ് 3:18, ലൂക്ക 6-ാം അധ്യായം 15-ാം തിരുവചനം, അപ്പോസ്തല പ്രവർത്തനങ്ങൾ 1-ാം അധ്യായം 13-ാം തിരുവചനം എന്നിവിടങ്ങളിലെല്ലാം തോമസ് എന്ന പേര് പരാമർശിക്കപ്പെടുന്നു. യോഹന്നാന്റെ സുവിശേഷം 11-ാം അധ്യായം 16-ാം തിരുവചനം, യഹൂദർ യേശുവിനെ കല്ലെറിയാൻ നോക്കുന്നുവെന്ന പ്രസ്താവനയുടെ പശ്ചാത്തലത്തിലാണ് അവനോട് കൂടെ മരിക്കാൻ നമുക്കും പോകാം എന്ന് തോമസ് മറ്റു ശിഷ്യന്മാരോട് പറയുന്നത്. യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായം 5-ാം തിരുവചനം, ഞാൻ പോകുന്നിടത്തേക്കുള്ള വഴി നിങ്ങൾക്കറിയാമെന്ന് പിതാവിലേക്കുള്ള വഴിയായ യേശു ശിഷ്യന്മാരോട് പറഞ്ഞപ്പോൾ തോമസ് പറഞ്ഞു, കർത്താവേ, നീ എവിടേക്ക് പോകുന്നെന്നോ ഞങ്ങൾക്ക് അറിഞ്ഞുകൂടാ, പിന്നെ വഴി ഞങ്ങൾ എങ്ങനെ അറിയും? കർത്താവേ, നീ എവിടേക്ക് പോകുന്നെന്ന് ഞങ്ങൾക്ക് അറിഞ്ഞുകൂടാ, പിന്നെ വഴി ഞങ്ങൾ എങ്ങനെ അറിയും? യഹൂദ ജ്ഞാന പാരമ്പര്യത്തിൽ വഴി ഹീബ്രുവിൽ ദറക് ജീവിത ശൈലിയെ സൂചിപ്പിക്കുന്നു. സങ്കീർത്തനങ്ങളിൽ നിയമം അഥവാ ദൈവഹിതം അനുസരിച്ച് ജീവിക്കുന്നതാണ് വഴി. ക്രിസ്തീയ ജീവിതശൈലി വഴി അഥവാ മാർഗം എന്നും
ക്രിസ്ത്യാനികൾ മാർഗവാസികൾ എന്നും വിളിക്കപ്പെട്ടിരുന്നു. യേശു താനാകുന്നു വഴിയും സത്യവും ജീവനുമെന്ന് തോമസിലൂടെ ശിഷ്യ സമൂഹത്തിന് വെളിപ്പെടുത്തി. യേശു മാത്രമാണ് പിതാവിങ്കിലേക്കുള്ള വഴി. വിശ്വാസത്തിൻ്റെ സുവിശേഷം എന്ന് വിളിക്കപ്പെടുന്ന യോഹന്നാൻ്റെ സുവിശേഷം ആരംഭിക്കുന്നത് ശിഷ്യന്മാരുടെ വിശ്വാസ അനുഭവത്തോടെയാണ്. അവസാനിക്കുന്നത് തോമാശ്ലീഹായുടെ വിശ്വാസ അനുഭവത്തിലും. യേശു അനുഭവത്തിനും പ്രത്യക്ഷപ്പെടലിനും യേശു സാന്നിധ്യം അനുഭവിക്കുന്നതിനും ശിഷ്യ സമൂഹത്തിൻ്റെ കൂട്ടായ്മ പങ്കാളിത്തം വളരെ വിലപ്പെട്ടതാണ്. യേശു വന്നപ്പോൾ തോമസ് ശിഷ്യ സമൂഹത്തോടു കൂടെ ഉണ്ടായിരുന്നില്ല. ഞങ്ങൾ കർത്താവിനെ കണ്ടു എന്ന മറ്റു ശിഷ്യന്മാരുടെ ക്രിസ്താനുഭവ സാക്ഷ്യം ഉത്ഥിതനായ യേശുവിനെ കാണുന്നതിനും സ്പർശിക്കുന്നതിനും കേൾക്കുന്നതിനുമുള്ള അതിയായ അഭിവാഞ്ച തോമസിൽ ഉളവാക്കി. യോഹന്നാൻ്റെ സുവിശേഷം 20-ാം അധ്യായം 25-ാം തിരുവചനം. തോമസ് പറഞ്ഞു, അവൻ്റെ കൈകളിൽ ആണികളുടെ പഴുതുകൾ ഞാൻ കാണുകയും അവയിൽ എൻ്റെ വിരലിടുകയും അവൻ്റെ പാർശ്വത്തിൽ എൻ്റെ കൈ വയ്ക്കുകയും ചെയ്തല്ലാതെ ഞാൻ വിശ്വസിക്കുകയില്ല. യോഹന്നാൻ്റെ സുവിശേഷം 3 തരം വിശ്വാസം അവതരിപ്പിക്കുന്നു. 1, അടയാളങ്ങൾ തേടുന്ന വിശ്വാസം. 2, ശ്ലൈഹിക വിശ്വാസം അഥവാ അപ്പസ്തോലിക വിശ്വാസം. 3, വിശ്വാസികളുടെ സമൂഹമായ സഭയുടെ വിശ്വാസം. ഈ 3 തരം വിശ്വാസ അനുഭവങ്ങളും യോഹന്നാൻ തോമാശ്ലീഹായുടെ വിശ്വാസ അനുഭവത്തിൽ ഉദാഹരിക്കുന്നു. കാണുകയും കൈവയ്ക്കുകയും ചെയ്തല്ലാതെ വിശ്വസിക്കുകയില്ല എന്ന അഭിവാഞ്ച അടയാളങ്ങളും തെളിവുകളും തേടുന്ന വിശ്വാസത്തെ പ്രതിനിധീകരിക്കുന്നു. യോഹന്നാൻ 20-ാം അധ്യായം 29-ാം തിരുവചനം. നീ എന്നെ കണ്ടതുകൊണ്ട് വിശ്വസിച്ചു എന്ന് പറയുന്നത് ശ്ലീഹന്മാരുടെ വിശ്വാസം അഥവാ അപ്പോസ്തോലിക വിശ്വാസത്തെ പ്രതിനിധീകരിക്കുന്നു. യോഹന്നാൻ 20:29 കാണാതെ വിശ്വസിക്കുന്നവർ ഭാഗ്യവാന്മാർ എന്നത് ഭാവി സഭയുടെ അഥവാ അപ്പോസ്തോലിക അടിത്തറമേൽ പണിയപ്പെടുന്ന സഭയുടെ അഥവാ വിശ്വാസി സമൂഹത്തിൻ്റെ വിശ്വാസത്തെ പ്രതിനിധീകരിക്കുന്നു. അടയാളങ്ങൾ തേടുന്ന വിശ്വാസം യേശു അംഗീകരിക്കുന്നില്ല. യോഹന്നാൻ്റെ സുവിശേഷം 3-ാം അധ്യായം 2-ാം തിരുവചനം. യഹൂദ പ്രമാണിയായ നിക്കോദേമോസ് അടയാളങ്ങൾ കണ്ട് വിശ്വസിച്ചവരുടെ പ്രതിനിധിയാണ്. അടയാളങ്ങൾ കണ്ട് വിശ്വസിച്ചവരെ യേശു വിശ്വസിച്ചിരുന്നില്ല. യോഹന്നാൻ്റെ സുവിശേഷം 2-ാം അധ്യായം 23-24 തിരുവചനങ്ങൾ. പെസഹ തിരുനാളിന് യേശു ജെറുസലേമിലായിരുന്നപ്പോൾ പ്രവർത്തിച്ച അടയാളങ്ങൾ കണ്ട് വളരെ പേർ അവൻ്റെ നാമത്തിൽ വിശ്വസിച്ചു. യേശു ആകട്ടെ അവരെ വിശ്വസിച്ചില്ല. യോഹന്നാൻ്റെ സുവിശേഷം 4-ാം അധ്യായം 48-ാം തിരുവചനം. തൻ്റെ മകനെ സുഖപ്പെടുത്താൻ വരണമെന്ന് രാജസേവകൻ യേശുവിനോട് അപേക്ഷിച്ചപ്പോൾ യേശു പറഞ്ഞു, അടയാളങ്ങളും അത്ഭുതങ്ങളും കാണുന്നില്ലെങ്കിൽ നിങ്ങൾ ഒരിക്കലും വിശ്വസിക്കുകയില്ലല്ലോ. യോഹന്നാൻ 20-ാം അധ്യായം 27-28 തിരുവചനങ്ങൾ. യേശു തോമസിനോട് പറഞ്ഞു, നിന്റെ വിരൽ ഇവിടെ കൊണ്ടുവരിക, എൻ്റെ കൈകൾ കാണുക, നിന്റെ കൈ നീട്ടി എൻ്റെ പാർശ്വത്തിൽ വയ്ക്കുക. അവിശ്വാസിയാകാതെ വിശ്വാസിയായിരിക്കുക. തോമസ് പറഞ്ഞു, എൻ്റെ കർത്താവേ, എൻ്റെ ദൈവമേ. സഭയുടെ വിശ്വാസം അപ്പസ്തോലിക അടിത്തറയുള്ളതാണ്. ഉത്ഥിതനായ യേശു ഇന്നും നമ്മോട് പറയുന്നു,
അവിശ്വാസിയാകാതെ വിശ്വാസിയായിരിക്കുക. കണ്ട്, കേട്ട്, സ്പർശിച്ച്, അനുഭവിച്ചറിഞ്ഞ ക്രിസ്താനുഭവമാണ് ശ്ലീഹന്മാരുടെ വിശ്വാസത്തിൻ്റെ ആധികാരികത. 1 യോഹന്നാൻ 1-ാം അധ്യായം 1-ാം തിരുവചനം. ആദി മുതൽ ഉണ്ടായിരുന്നതും ഞങ്ങൾ കേട്ടതും സ്വന്തം കണ്ണുകൊണ്ട് കണ്ടതും സൂക്ഷിച്ച് വീക്ഷിച്ചതും കൈകൊണ്ട് സ്പർശിച്ചതുമായ ജീവന്റെ വചനത്തെ പറ്റി ഞങ്ങൾ അറിയിക്കുന്നു. യോഹന്നാൻ 20-ാം അധ്യായം 25-ാം തിരുവചനം. ഞങ്ങൾ കർത്താവിനെ കണ്ടു. ഉത്ഥിതനെ കണ്ട് വിശ്വസിക്കാൻ മറ്റ് 11 പേരോടൊപ്പം തോമസിനും അവകാശമുണ്ട്. സഭയുടെ അപ്പോസ്തോലിക അടിത്തറയ്ക്കുള്ള അനിവാര്യതയായിരുന്നു അത്. ആയതിനാലാണ് തോമസിനു വേണ്ടി മാത്രം യേശു വീണ്ടും പ്രത്യക്ഷപ്പെടുന്നത്. 1 കൊരിന്തോസ് 15-ാം അധ്യായം 8-ാം തിരുവചനം. പൗലോസ് അപ്പോസ്തലൻ്റെ ആധികാരികത. ഏറ്റവും ഒടുവിൽ അകാലജാതൻ എന്ന പോലെ എനിക്കും അവിടുന്ന് പ്രത്യക്ഷനായി. അപ്പോസ്തല പ്രവർത്തനങ്ങൾ 1-ാം അധ്യായം 21-ഉം 22-ഉം തിരുവചനങ്ങൾ. മത്തിയാസ്ലീഹായുടെ തെരഞ്ഞെടുപ്പാണ്. കർത്താവായ യേശുവിൻ്റെ പുനരുത്ഥാനത്തിന് ഒരാൾ ഞങ്ങളോടൊപ്പം സാക്ഷിയായിരിക്കണം. യോഹന്നാൻ്റെ സ്നാനം മുതൽ നമ്മിൽ നിന്ന് ഉന്നതങ്ങളിലേക്ക് സംഭവിക്കപ്പെട്ട നാൾ വരെ യേശു നമ്മോടൊപ്പം സഞ്ചരിച്ചിരുന്ന കാലം മുഴുവനും നമ്മുടെ കൂടെ ഉണ്ടായിരുന്നവരിൽ ഒരുവനായിരിക്കണം അവൻ. തോമസ് ലീഹ കണ്ട് വിശ്വസിച്ചത് തൻ്റെ അപ്പോസ്തോലിക ആധികാരികതയുടെ ഉറപ്പിക്കലായിരുന്നു. തോമസ് ലീഹയുടെ വിശ്വാസ പ്രഖ്യാപനം യോഹന്നാൻ്റെ സുവിശേഷം അവതരിപ്പിക്കുന്ന ഏറ്റവും വലിയ വിശ്വാസ പ്രഖ്യാപനമാണ്. പഴയ നിയമത്തിൽ ദൈവത്തിന് നൽകുന്ന 2 പേരുകളാണ് കർത്താവ് യാവേ യഹോവ, ദൈവം ഏലോഹീം എന്നത്. ദൈവം ഉത്ഥിതനായ യേശുവിൽ പൂർണ്ണമായി വെളിപ്പെടുന്നത് തോമസ് ദർശിച്ചു. പഴയ നിയമത്തിൽ സ്വയം വെളിപ്പെടുത്തിയ ദൈവം തന്നെയാണ് യേശുമിശിഹ എന്ന് തോമസ് ലീഹ പ്രഖ്യാപിച്ചു. യേശുവിനെ തൻ്റെ ജീവിതത്തിൻ്റെ നാഥനും കർത്താവുമായി സ്വീകരിച്ചു. യേശു കർത്താവും ദൈവവും. തോമസ് പറഞ്ഞു, എൻ്റെ കർത്താവേ, എൻ്റെ ദൈവമേ. യോഹന്നാൻ്റെ സുവിശേഷം 20-ാം അധ്യായം 29-ാം തിരുവചനം. യേശു തോമസിനോട് പറഞ്ഞു, നീ എന്നെ കണ്ടതുകൊണ്ട് വിശ്വസിച്ചു. കാണാതെ വിശ്വസിക്കുന്നവർ ഭാഗ്യവാന്മാർ. ഇവിടെ 2 തരം വിശ്വാസം പരാമർശിക്കപ്പെടുന്നു. 1, കണ്ടു വിശ്വസിച്ച ശ്ലീഹന്മാരുടെ വിശ്വാസം അഥവാ അപ്പോസ്തോലിക വിശ്വാസം. 2, അപ്പോസ്തോലിക അടിത്തറമേൽ പണിയപ്പെട്ട സഭാസമൂഹത്തിൽ സഭാവിശ്വാസത്തിൽ കാണാതെ വിശ്വസിക്കുന്ന വിശ്വാസി സമൂഹം. സഭയുടെ ശ്ലൈഹിക വിശ്വാസത്തിൽ കാണാതെ വിശ്വസിക്കുവാൻ ഭാഗ്യം സിദ്ധിച്ചവർ കൂടുതൽ അനുഗ്രഹീതരാണ്. 2 കൊരിന്തോസ് 5-ാം അധ്യായം 7-ാം തിരുവചനം. കാഴ്ചയിലല്ല വിശ്വാസത്തിലാണ് കാര്യം. സഭയുടെ അപ്പോസ്തോലിക അടിത്തറയിൽ വിശ്വസിക്കുക. കാണാതിരുന്നിട്ടും വിശ്വസിച്ചവർ ഭാഗ്യവാന്മാർ. ശിമയോൻ ബെൻ ലക്കീഷ് എന്ന യഹൂദ റബ്ബിയുടെ വാക്കുകൾ ശ്രദ്ധേയമാണ്. ഇന്നത്തെ ഇസ്രായേൽക്കാർ ദൈവം ഉടമ്പടി ബന്ധം സ്ഥാപിച്ചപ്പോൾ സീനായി മലയിൽ ഉണ്ടായിരുന്നവരെക്കാൾ ഭാഗ്യവാന്മാരും ഭാഗ്യവതികളുമാണ്. കാരണം അന്ന് മലയിലുണ്ടായിരുന്നവർ ഇടിമുഴക്കങ്ങളും മിന്നൽ പിണറുകളും കേട്ടും കണ്ടുമാണ് വിശ്വസിച്ചത്. ഇന്നുള്ളവർ അതൊന്നുമില്ലാതെ സഭയുടെ
അപ്പോസ്തോലിക അടിത്തറയിൽ കാണാതെ വിശ്വസിക്കുന്ന നമ്മൾ ഭാഗ്യവാന്മാർ. എൻ്റെ കർത്താവും എൻ്റെ ദൈവവുമേ എന്ന വിശുദ്ധ തോമാസ് ശ്ലീഹായെ പോലെ അനുദിന ജീവിതത്തിൽ ഏറ്റുപറയുവാൻ ഞങ്ങളെയും അനുഗ്രഹിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധ റൂഹായുടെയും തിരുനാമത്തിൽ ആമീൻ.